ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആഗമനകാലം 1-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 10-ാം അധ്യായം 1 വരെയും പിന്നീട് 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തില് ഈശോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗികളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഒരു ഈശോയെ കുറിച്ചാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് വായിക്കുന്നത്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇതിങ്ങനെ തുടർന്ന് പോയി. എന്നിട്ടാണ് യേശു അതിന്റെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ 2 വാക്യങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത് ഡിസംബർ 6-ാം തീയതി വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ നിക്കോളാസ്, ഈ സാന്താക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ നിക്കോളാസ്. ഞാൻ എൻ്റെ ജിംഗിൾ ബെൽസ് എന്ന പുസ്തകത്തില് അത് ഇങ്ങനെ അന്ന് കുറിച്ചൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ആവശ്യക്കാരെ അവരുപോലും അറിയാതെ അന്വേഷിച്ച് കണ്ടെത്തി ആശ്വസിപ്പിക്കാനും ആശ്രയമേകുവാനും അവരുടെ ആനന്ദം കണ്ട് ആനന്ദിക്കുവാനും നന്ദി പോലും വാങ്ങാതെ നടന്നകരുവാനും നന്മയുള്ളൊരുള്ളു നിനക്കുണ്ടെങ്കിൽ നീയും സാന്തായാണ്, ആരോ കാത്തിരിക്കുന്ന സാന്ത. നമ്മൾ ഓരോരുത്തരും സാന്താക്ലോസായി മാറണം എന്ന് ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുക. സത്യത്തിൽ ഇതൊരു സിംപ്ലിഫൈഡ് ഫോമാണ്, അല്ലെങ്കിൽ ഒരു 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 മനുഷ്യനിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ക്രിസ്തു സ്വഭാവമാണ്. കാരണം നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് വായിച്ച വരികളൊന്നും യാദൃശ്ചികമായിട്ടാണ് ഈ ദിവസം ഈ വചനഭാഗം ഈ ആഗമനകാലത്തിലെ 1-ാമത്തെ ശനിയാഴ്ചയും ഡിസംബർ 6-ഉം ഒരുമിച്ച് വരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ വചനഭാഗം വളരെ കൃത്യമായിട്ട് ഈ വിശുദ്ധ നിക്കോളാസിന് ആപ്ലിക്കബിൾ ആണ്. 4-ാം നൂറ്റാണ്ടിൽ മിറ എന്ന ഏഷ്യാമാനറിലെ മിറ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു മെത്രാനായിരുന്നു വിശുദ്ധ നിക്കോളാസ്. അദ്ദേഹം ഇങ്ങനെ പാവങ്ങളെ തിരക്കി നാട് നീളെ ഇങ്ങനെ ചുറ്റിവന്ന് എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് ഈശോയെ കുറിച്ച് സുവിശേഷകൻ മത്തായി രേഖപ്പെടുത്തുന്നത് പോലെ ഈ ഇടയൻ ആടുകളെ തിരക്കി ഇങ്ങനെ അത്യാവശ്യക്കാരായിട്ടുള്ള മനുഷ്യരെ തിരക്കി അവരുടെ അടുത്തേക്ക് കരുണയുമായിട്ട് കടന്നു ചെന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പൊ ഈശോ എങ്ങനെയാണോ ചുറ്റി സഞ്ചരിച്ചത് അതുപോലെ ചുറ്റി നടന്ന ഒരാൾ. ഇതാണ് നമ്മൾ ക്രിസ്മസ് സഭയിൽ കാണുന്നത്, നിക്കോളാസ് പുണ്യവാനിൽ കാണുന്നത്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവർക്കൊരു സംരക്ഷണം വേണം, സഹായം വേണം, ഭക്ഷണം നൽകാൻ ആൾ വേണം. അവരുടെ ആവശ്യങ്ങൾ പലതാണ്. അതൊക്കെ അവർക്ക് നിറവേറ്റി കൊടുക്കുവാനായിട്ട് അവർക്ക് ഇടയൻ വേണം. അപ്പോൾ ഒരു ഇടയനെ തേടി അലയുന്ന ആടുകളുടെ അരികിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നു എന്നുള്ള രീതിയിലാണ് സുവിശേഷത്തിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് വിശുദ്ധ നിക്കോളാസിൽ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഈശോ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നമ്മളൊരു ആഗമന കാലത്തിന്റെ ഒരാഴ്ച പിന്നിടുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഈശോയുടെ സ്നേഹം, ആശ്വാസം, സന്തോഷം, സാന്ത്വനം അല്ലെങ്കിൽ സമാധാനം, ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വഴിക്ക്. ഇപ്പൊ പണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, സഹായം ചെയ്യുക, സാമ്പത്തിക സഹായം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ തരത്തിൽ പെടുന്നത്. അതൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഏത് വഴിക്കാണെങ്കിലും മറ്റുള്ള മനുഷ്യരിലേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യക്കാരനിലേക്ക്, അല്ലെങ്കിൽ ഒരു വിശപ്പും ദാഹവും അനുഭവിക്കുന്നതിന് വേണ്ടി, വയറിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ വിശപ്പും ദാഹത്തെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്. സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, ആശ്വാസത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട്, അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശപ്പും ദാഹമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ നിക്കോളാസ് നമ്മൾ ഓർമ്മിക്കുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ സ്വാർത്ഥതയുടെ നിക്കോളാസുമാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥതയുടെ നിക്കോളാസുമാർ വലിയ ബഹളമൊക്കെ വെച്ച് വലിയ ഗ്രൂപ്പായിട്ടൊക്കെ ചെന്ന് വീട് കൊള്ളയടിക്കാൻ വരുന്ന രീതിയിൽ ആണ് അവർ കയറി വരുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് അവരെ കാണുമ്പോൾ പേടിയുമാണ്. പലരും ദൂരെ നിന്ന് സാന്താക്ലോസിൽ വരുന്നില്ല, ക്രിസ്മസ് കാരോൾ വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ അണച്ച് ഉറങ്ങി എന്ന് അഭിനയിച്ച് ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. എന്നാലും അവർ ബഹളം വെച്ച് വീണ്ടും ഈ ലൈറ്റ് ഇടിപ്പിച്ച് ഉണർത്തി ഇവരെ ക്രിസ്മസ് കാരോൾ പാടി കേൾപ്പിച്ച് പണവും വാങ്ങിച്ചിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളതിങ്ങനെ അതിലൊരു വ്യത്യസ്ത ഫോമുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രസം എന്ന് വെച്ചാൽ അതിങ്ങനെ വളരെ രൂക്ഷമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന്റെ ഒക്കെ ശേഷം അത് അത്രയും രൂക്ഷമല്ലെങ്കിൽ പോലും ഈ ക്രിസ്മസ് കാരോൾസിന്റെ പേരിൽ നടത്തുന്ന ആവാസത്തരങ്ങൾ
ഭയങ്കരമാണ്. അതിന് ചില വികാരിച്ചന്മാർ നേതൃത്വം കൊടുക്കാറുണ്ട്. അതാണ് വളരെ രസകരമെന്നല്ല അവർ പറയുന്നത്, വളരെ പരിതാപകരമായ കാര്യം. ക്രിസ്മസ് റാലി, ക്രിസ്മസ് വിളംബര ഘോഷയാത്ര, ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസ് കാരോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഇടവകളിൽ വികാരിച്ചന്മാര് മുമ്പിൽ നിന്ന് നയിക്കുന്ന ചില കൃത്യം വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പേക്കൂത്ത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇങ്ങനെ ഒരു എന്താണ് ഒരു ഇങ്ങനെ അഴിഞ്ഞാട്ടം എന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അതിനങ്ങനെ ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ മറ്റ് ഭാഷയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒരർത്ഥവും മനസ്സിലാക്കാൻ പറ്റാത്ത, അർത്ഥം മനസ്സിലാക്കിയാൽ കാർക്കിച്ച് തുപ്പേണ്ടി വരുന്ന അത്രയ്ക്ക് മോശം പാട്ടുകളൊക്കെ ഇട്ടിട്ട് അഴിഞ്ഞാടി ഇങ്ങനെ കുടിച്ച് ഉന്മത്തരായി മുതിർന്നവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും അല്ലെങ്കിൽ ഇങ്ങനെ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരെയും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഭയങ്കര ആഘോഷമാണെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുമല്ല, ഭയങ്കര ആവാസതരമാണ്. അവിടെ പലപ്പോഴും ഇങ്ങനെ വിഷമം തോന്നിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഹൈവേ ഒക്കെ തടഞ്ഞ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില റോഡുകളൊക്കെ തടഞ്ഞ് കൊണ്ടുപോകുന്ന രീതിയിൽ കാതടിപ്പിക്കുന്ന സൗണ്ട് പൊല്യൂഷനും ഭയങ്കരമായിട്ടുള്ള ദ്രോഹവും ഇങ്ങനെ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടും എന്ത് തോന്നിയാസം കാണിച്ചുകൊണ്ടും അഴിഞ്ഞാടിയൊക്കെ നടത്തുന്ന ക്രിസ്മസ് കാരോൾസ് ഉണ്ട്, ക്രിസ്മസ് വിളംബര ഘോഷയാത്രകൾ. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന വികാരിച്ചമാരോട് കർത്താവ് പൊറുക്കട്ടെ. അതൊക്കെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റിക്കാരോടൊക്കെ കർത്താവ് പൊറുക്കട്ടെ. കാരണം അത്രയ്ക്ക് ആവാസതരങ്ങളെ കാണിച്ചിട്ടാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഓർക്കണം, ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, ശാന്തരാത്രി എന്ന് പറയുന്ന സൈലന്റ് നൈറ്റ് എന്ന് പറയുന്ന തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. സത്യത്തിൽ അതൊരു വളരെ നിശബ്ദമായ ഒരു രാത്രിയാണ്, വളരെ വിശുദ്ധമായ ഒരു രാത്രിയാണ്. ഈ നിശബ്ദവും വിശുദ്ധവുമായ രാത്രി, അതായത് മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഒരുപാട് പാട്ടുകൾ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനൊരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈശോ ജനിക്കുന്നത്. ഈശോ അതാണ് ലോകത്തോട് ആവശ്യപ്പെടുന്നത്. സമാധാനത്തിന്റെ സന്ദേശമാണ്, അട്ടഹാസത്തിന്റെ അല്ല, അക്രമത്തിന്റെ അല്ല, അഴിഞ്ഞാട്ടത്തിന്റെ അല്ല. ഇങ്ങനെ വളരെ ശാന്തമായി, വളരെ വിശുദ്ധമായി, വളരെ സ്വസ്ഥമായി, ബാക്കിയുള്ളവരെ അസ്വസ്ഥതപ്പെടുത്താതെ ഉപദ്രവിക്കാതെ ക്രിസ്മസ് ആഘോഷിക്കുക. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് കരുണ കിട്ടുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കും. ഈ കരിക്ക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ വന്ന ഒരു വളരെ രസകരമായ കോമഡി ഞാനിടയ്ക്ക് കാണുന്ന സംഭവമാണ്. അതിനകത്ത് ഒരെണ്ണം ഈ ക്രിസ്മസ് കാരോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു ഉറങ്ങി കിടപ്പുണ്ടകത്ത്, നിങ്ങൾ പാട്ടൊന്നും പാടണ്ട, പൈസ തന്നേക്കാം. അല്ല അങ്ങനല്ല, ഞങ്ങൾ ഉണരാത്ത രീതിയിലൊരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ശാന്തമായിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര ഹൈപ്പിച്ചിട്ട് പാട്ട് പാടി കുഞ്ഞിനെ ഉണർത്തി ആ വീട് മൊത്തം കുളമാക്കിയിട്ട് ഒരു ഓടി രക്ഷപ്പെടുന്നൊരു ഹാസ്യാത്മകമായ രീതിയിൽ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് കണ്ടപ്പോൾ ഓർത്തൊരു കാര്യം ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് നടക്കുന്ന കാര്യം തന്നെ. അതിനകത്ത് അവര് തമാശയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഈ ക്രിസ്മസ് കാരോളിൽ മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ പറയും വളരെ ശാന്തമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അത് മൊത്തം കുട്ടിച്ചോറാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നൊരു പരിപാടിക്ക് നമ്മൾ പല കാര്യങ്ങളും കാണിക്കാറുണ്ട്. ഇപ്പൊ ക്രിസ്മസ് കാരോൾ എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെസ്സേജുള്ള സംഭവമാണ്. നമ്മുടെയൊക്കെ ഈശോ ഇങ്ങനെ ഈ സുവിശേഷ ഭാഗത്ത് പറയുന്ന പോലെ, മത്തായി 9:35 പറയുന്ന പോലെ, അവൻ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. നന്മ ചെയ്ത് ചുറ്റി നടന്നവൻ, ആ നാട് മുഴുവൻ ചുറ്റി നടന്നവെന്ന രീതിയിലാണ് ഈശോ വേറെയും ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതുപോലെ നന്മ ചെയ്ത് ചുറ്റി നടക്കുന്ന ഒരാളെ മാറുക, അതാണ് നമ്മൾ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് ഈ ക്രിസ്മസിൽ ഉണ്ണിയേശുവിനേക്കാൾ ചില സമയത്ത് സാന്താക്ലോസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നൊക്കെ പറയുന്നൊരു സംഭവം വരുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ തർക്കമൊക്കെ വരാറുണ്ട്. അത് ഉണ്ണീശോയുടെ ജന്മദിനമാണോ സാന്താക്ലോസിന്റെ ജന്മദിനമാണെന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലേക്കാണ് സാന്താക്ലോസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ അവതരിപ്പിച്ചതിന്റെ ജീവിതത്തിൽ അതേപടി പകർത്താൻ ശ്രമിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇന്ന് ലോകം സ്നേഹത്തോടു കൂടി ഓർക്കാൻ ശ്രമിക്കുന്നു, ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ആ മനുഷ്യനെ ഒരു കോമാളിയാക്കി തീർത്തിട്ട് ആ മനുഷ്യന്റെ
പാട്ടിനെയും ഇടപെടലുകളെയും സന്ദർശനങ്ങളെയും മുതലാക്കി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനൊക്കെ ശ്രമിക്കുന്ന ക്രിസ്മസ് വിരുദ്ധ ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് വിരുദ്ധ ക്രിസ്മസ് വിളംബര ഘോഷയാത്രകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഈ ഒരു വർഷമെങ്കിലും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കാം. എന്നെ കേൾക്കുന്ന വളരെ കുറച്ച് ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പൊ അത്യാവശ്യം ഇതിനോട് ഒത്തുപോകുന്ന, ചിന്തിക്കുന്ന, ഇതിന്റെ നന്മ മനസ്സിലാക്കുന്നവർ അവരവരായിരിക്കുന്ന ഇടവുകളിൽ വികാരിച്ചന്മാരെ വളരെ സ്നേഹത്തോട് ഒറ്റയ്ക്ക് ചെന്ന് വളരെ ജെന്റിലായിട്ടൊക്കെ തിരുത്തുക. പക്ഷെ ഇതല്ല ക്രിസ്മസ്. പക്ഷെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് ആർക്കെന്താ പ്രയോജനം? ഇങ്ങനെ നാട് മുഴുവൻ ബാക്കിയുള്ളവരെ ദ്രോഹിച്ചിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ പാട്ടും വെച്ച് ബഹളവും വെച്ച് റോഡ് മുഴുവൻ ഇങ്ങനെ അഴിഞ്ഞാടി, ഇതാണ് ക്രിസ്മസ്. അത് നമുക്ക് മാറ്റാം. എന്തെങ്കിലും നന്മയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിസ്മസിന് പേര് ചെയ്യാം. പ്രാർത്ഥനയോടൊപ്പം നന്മ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ശ്രമിക്കാം. അത് സെയിന്റ് നിക്കോളാസിന്റെ, സാന്താക്ലോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ടത് നമുക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോ വർഷവും നമുക്ക് വളരെ വേദനയോടുകൂടി പിന്നെ വണ്ടിയിലൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ രൂപതയിലും പല രൂപതകളിലും പല ഇടവകളിലും ഒക്കെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വേദനയോടുകൂടിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. വലിയ വിഷമത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. എന്തിനാ ഇതിങ്ങനെ അച്ഛന്മാരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ കാശുണ്ടാക്കാൻ, അല്ലെങ്കിൽ പിരിവാണ്, ഞെക്കിപ്പിഴിഞ്ഞ് പിരിവുണ്ടാക്കാനൊക്കെ ആയിട്ട് ചെയ്തു വെക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെ ഇത് മാറുന്നുണ്ട്. ഇത് ക്രിസ്തീയമല്ല, ഇത് ക്രിസ്മസ് വിരുദ്ധമാണ്. ആന്റി ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആന്റി ക്രിസ്മസ് എന്ന് വിളിക്കാവുന്ന സംഭവം ഇതൊക്കെ. ഇതൊന്നും നമ്മുടെ കുറച്ച് ഗൗരവമായിട്ട് എടുക്കാനും ചിന്തിക്കാനും തിരുത്താനും ഒക്കെ ആയിട്ടുള്ളൊരു വർഷമായിട്ട് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസിനെ കാണാനായിട്ടുള്ള കൃപ പരിശുദ്ധാരൂപി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.